നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശപ്പുറത്തിന് ഇനി വെറും 3 നാൾ മാത്രം. മാർച്ച് 28 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ വരുമ്പോൾ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു പ്രവചനാതീതമായ സീസണിനാണ്. മിനി താരലേലത്തിലൂടെ ടീമുകളെല്ലാം പഴുതുകളടച്ച് കരുത്താർജിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ IPL ഏറ്റവും വലിയ ആകർഷണം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലിറങ്ങുന്നു എന്നതാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം വിട്ട് സൂപ്പർ ഫോമിൽ ചെന്നൈയിലെത്തിയ സഞ്ജുവിനെ കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ സഞ്ജുവിനൊപ്പം തന്നെ ഇത്തവണത്തെ IPL ഉദിച്ചുയരാൻ പോകുന്ന 2 മലയാളി താരങ്ങൾ കൂടിയുണ്ട്. വിഷ്ണു വിനോദും വിഘ്നേഷ് പുത്തൂരും. പഞ്ചാബ് കിങ്സിന്റെ ഇത്തവണത്തെ പ്ലേയിങ് ലെവലിൽ വിക്കറ്റ് കീപ്പറായി വിഷ്ണു വിനോദ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം. ടീമിൽ പ്രഭ്സിമ്രാൻ സിംഗും വിഷ്ണു വിനോദും മാത്രമാണ് കീപ്പർമാരായുള്ളത്. പ്രഭ്സിമ്രാനെ ഓപ്പണർ റോളിൽ കളിപ്പിക്കുമെങ്കിലും വിക്കറ്റ് കീപ്പറാക്കാൻ സാധ്യത കുറവാണ്. ഗ്ലൗസ് അണിയാൻ വിഷ്ണുവിന് തന്നെയാകും നറുക്ക് വീഴുക. വിഷ്ണു സഞ്ജു സാംസനെ പോലെ മികച്ച T20 റെക്കോർഡുള്ള താരമാണ്. മുമ്പ് മുംബൈ ഇന്ത്യൻസിനെ കളിച്ചിട്ടുള്ള വിഷ്ണുവിന് T20യിൽ മികച്ച റെക്കോർഡാണുള്ളത്. പലപ്പോഴും സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കാത്തതായിരുന്നു വിഷ്ണുവിന്റെ പ്രശ്നം. എന്നാൽ ഇത്തവണ പഞ്ചാബ് താരത്തിന് അർഹിച്ച പ്രാധാന്യം നൽകുന്നുണ്ട്. തന്റെ ബാറ്റിംഗ് പവറും വിക്കറ്റ് കീപ്പിംഗ് മികവും പുറത്തെടുക്കാൻ വിഷ്ണുവിന് ലഭിക്കുന്ന സുവർണാവസരമാണിത്. സഞ്ജു സാംസൺ പടിയിറങ്ങിയ രാജസ്ഥാൻ റോയൽസിലേക്ക് മറ്റൊരു മലയാളി കരുത്തായിട്ടാണ് വിഘ്നേഷ് പുത്തൂർ എത്തുന്നത്. കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും പരിക്കും മറ്റ് സാഹചര്യങ്ങളും മൂലം വിഘ്നേഷിനെ മുംബൈ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ലേലത്തിൽ വിഘ്നേഷിനെ റാഞ്ചിയ രാജസ്ഥാൻ താരത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. മലയാളിയായ സഞ്ജു സാംസൺ പടിയിറങ്ങിയപ്പോൾ മറ്റൊരു മലയാളിയായ വിഘ്നേഷിനെ രാജസ്ഥാൻ ഒപ്പം കൂട്ടുകയായിരുന്നു. രാജസ്ഥാനിൽ വിഘ്നേഷിന് കളിക്കാനുള്ള അവസരം ഉറപ്പിക്കാം. പരിശീലന സെഷനിൽ തകർപ്പൻ പ്രകടനമാണ് വിഘ്നേഷ് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ പരിശീലകൻ കുമാർ സംഗക്കാരടക്കം വിഘ്നേഷിനെ പ്രശംസിച്ചിരുന്നു. ഇത്തവണ രാജസ്ഥാന്റെ സ്പിന്നറിൽ വിഘ്നേഷിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കുള്ള താരത്തിന്റെ ഇക്കോണമി പ്രശ്നമാണ്. അനുഭവ സമ്പത്ത് ആർജിച്ച് തകർപ്പൻ ഫോമിലേക്ക് എത്താൻ വിഘ്നേഷ് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും യുവതാരത്തിന് ഇത്തവണ വലിയ അവസരം രാജസ്ഥാനൊപ്പം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ചെന്നൈയിലെത്തിയ സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ കളിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. രാജസ്ഥാനിൽ നായകന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ ചെന്നൈയിൽ സഞ്ജുവിന് തന്റെ സ്വാഭാവികമായി ആക്രമിച്ച് കളിക്കാനുള്ള ശൈലി പുറത്തെടുക്കാം. ഋതുരാജ് ഗൈക്വാദിനും ശിവൻ ദുബൈക്കുമൊപ്പം സഞ്ജു കൂടി ചേർന്നതോടെ ചെന്നൈയുടെ ബാറ്റിംഗ് നിര അതിശക്തമാകും. സഞ്ജുവിന്റെ സൂപ്പർ ഫോം ചെന്നൈക്ക് 6ാം കിരീടം നേടിക്കൊടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ 2026 IPL സീസൺ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശത്തിന്റെ കാലമായിരിക്കും. ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു സാംസൺ തന്റെ വിശ്വരൂപം പുറത്തെടുക്കുമോ? പഞ്ചാബിന്റെ വിശ്വസ്തനായ വിക്കറ്റ് കീപ്പറായി വിഷ്ണു വിനോദ് ബാറ്റിംഗിലും കീപ്പിംഗിലും കരുത്തു കാട്ടുമോ? രാജസ്ഥാന്റെ സ്പിൻ മാന്ത്രികനായി വിഘ്നേഷ് പുത്തൂർ വിക്കറ്റുകൾ വാരിക്കൂട്ടുമോ? കാത്തിരുന്ന് കാണാം ഈ മലയാളി കരുത്തുമാരുടെ പോരാട്ടം. നിങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മലയാളി താരം ആരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.